ആ 3 ഹോളി സ്പിരിറ്റ് ആണ് നിങ്ങൾ പറഞ്ഞത്. ഇത് ഫസ്റ്റ് ടൈം ഞാൻ കേട്ടിട്ടുള്ളൂ സാറ്. ഞാൻ വിചാരിച്ച ഒന്ന് പിതാവ്, ഒന്ന് ഇപ്പൊ ഓക്കെ, ഞാൻ അതിന് എനിക്ക് പ്രശ്നമില്ല, അങ്ങനെ എടുക്കാനോ എനിക്ക് പ്രശ്നമില്ല. ബട്ട് 3 ഹോളി സ്പിരിറ്റും ഞങ്ങളെ ഉള്ളിൽ വന്നപ്പോ, മനുഷ്യന്റെ ഉള്ളിൽ വന്നപ്പോ, ഉള്ളിൽ കയറിയപ്പോ ഉള്ളിൽ ആവുന്ന പരിവർത്തനം എന്താണ് അക്കോർഡിംഗ് ടു ബൈബിൾ? ഈ 3 ഹോളി സ്പിരിറ്റും തമ്മിലുള്ള സ്നേഹം, അതുണ്ടാക്കുന്ന സമാധാനം, സന്തോഷം. അപ്പൊ ഇതെല്ലാം മനുഷ്യരിലുണ്ടാകും ഈ 3 ഹോളി സ്പിരിറ്റും വന്നു കഴിയുമ്പോൾ ബൈബിള് പഠിപ്പിക്കുന്നത്. സാറിന് അത് വന്നിട്ടുണ്ടോ സാറേ? സാറിന്റെ ഉള്ളിൽ അത് വന്നിട്ടുണ്ടോ? അത് വരാൻ താങ്കൾ എന്ത് ചെയ്തു? താങ്കളെ അത് ഉള്ളിൽ വരാൻ വേണ്ടി താങ്കൾക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വന്നു? ഒന്ന് പറഞ്ഞു തരുമോ? അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് വരാൻ വേണ്ടി. ഈ കായലില് ഈ ഓരിവെള്ളം കയറുന്ന കണ്ടിട്ടുണ്ടോ? കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളം ഇങ്ങോട്ട് കയറുന്ന ഈ വെള്ളം, ശുദ്ധവെള്ളം അങ്ങോട്ട് റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ക്രമേണ കയറും എന്ന് പറഞ്ഞതുപോലെ നമ്മള് ജഡമയന്മാരും ലോകമയന്മാരുമാണ്. ജഡത്തിൽ വസിക്കുകയും ലോകത്തിൽ ജീവിക്കുകയും ചെയ്യാം. നമ്മളിലേക്ക് അതിന്റെ സ്വാധീനം ചെറുതായിട്ടുണ്ടാകുന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇഷ്ടത്തിന് നമ്മൾ കൂടുതൽ വഴങ്ങുമ്പോൾ അത് കൂടുതലായിട്ട് സ്വാധീനം ചെലുത്തും. ഇല്ലെങ്കിൽ നമ്മൾ ജഡത്തിലും ലോകത്തിലും കീഴ്പ്പെട്ട് ജീവിക്കും. അതാണ് ബൈബിള് വ്യക്തമായിട്ട് ഉപദേശിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ ആ ജീവനിൽ പ്രവേശിക്കും എന്നാണ് ബൈബിൾ ഉപദേശിക്കുന്നത്. അതാണ് അതിന്റെ കളി. ആ സാർ, ഇത് ഇപ്പോ ഈ ഇവിടെ കാണിക്കുന്ന ഇതെല്ലാം ഈ ചർച്ചിലെല്ലാം നമ്മുടെ മേൽ വന്നു എന്നെല്ലാം കാണിക്കുന്നുണ്ടല്ലോ. എങ്ങനെയൊക്കെ എന്തൊക്കെ അതെല്ലാം സൗണ്ടുകൾ. തട്ടിപ്പാ. അതെല്ലാം ഈ ഇതിന്റെ പേരിൽ ആളുകളെ കളിപ്പിക്കുക. അത് മുസ്ലിങ്ങളുടെ ഇടയിലുണ്ടല്ലോ, ശരീരം ഇട്ട് വിറയ്ക്കുക, കുലുക്കുക, തലകുത്തി മറിയുക. അതൊക്കെ നിങ്ങളുടെ ആളുകളും ചെയ്യുന്നുണ്ട്, ഹിന്ദുക്കളും ചെയ്യുന്നുണ്ട്. അതെല്ലാം കറക്റ്റ്. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ അവർ പറയുന്നത് ഹോളി സ്പിരിറ്റ് വന്നു. ഈ ഇദ്ദേഹം അത് ഹോളി സ്പിരിറ്റ് ഒന്നും അല്ല. അത് ആളുകളെ വഞ്ചിക്കുന്നത്. അതെല്ലാം മതക്കാരും ചെയ്യുന്നതാണ്. ഹിന്ദുക്കളുടെ ഇടയിലുണ്ട്. സ്വാമിമാരിങ്ങനെ കൈവച്ച് ആളുകളെ മയക്കി വീഴ്ത്തുക. അതിന്റെ എല്ലാം വീഡിയോ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുന്നുണ്ടല്ലോ. അത് പരിശുദ്ധാത്മാവൊന്നുമല്ല. ഓക്കെ സാർ, താങ്ക് യു. ഇതൊരു ഇൻഫർമേഷൻ കിട്ടിയത്. അതായത് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ഇത് എന്റെ വളരെ അടുത്ത സുഹൃത്താണ്, നല്ല വലിയ ബിസിനസ്മാനും ആണ്. അദ്ദേഹം പറഞ്ഞു എന്റെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് കയറി, ഞാൻ ബൈബിൾ വായിക്കുന്നു, അതുകൊണ്ട് ഹോളി സ്പിരിറ്റ് വരുന്ന, അതുകൊണ്ട് സത്യമാണ് ഇത്, നിങ്ങൾ വിശ്വസിക്കണം, അങ്ങനെയൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് ഹോളി സ്പിരിറ്റ് വന്നെങ്കിൽ ഇങ്ങനെ ശരീരമെല്ലാം കൊലുങ്ങുന്ന മാതിരി ഇതെല്ലാം ആവോ? അത് ഇതൊരു ഓണസ്റ്റ് പേഴ്സൺ ആണ്, അതെന്ത് അങ്ങനെ ചെയ്തു? ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. അതിന്റെ ശേഷമാണ് ഞാൻ ഈ പഠനം. ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ദൈവമാണ്. അപ്പം ദൈവം വന്നിട്ട് നമ്മളിങ്ങനെ വിറയ്ക്കുകയാണെങ്കിൽ ഈ ഭൂമിയെല്ലാം എപ്പോഴും വിറച്ചുകൊണ്ടിരിക്കണം. കാരണം ദൈവമല്ലേ ഭൂമിയൊക്കെ താങ്ങി നിർത്തും. അതൊക്കെ ചുമ്മാ മനുഷ്യന്റെ തോന്നലാണ്, ആളുകളെ കളിപ്പിക്കാനാണ്. അത് ഞാൻ പറഞ്ഞ ഈ നമ്മുടെ പ്രബലമായ ഇപ്പൊ നമ്മുടെ ഇടയിലുള്ള 3 മതങ്ങളിലും ഈ പരിപാടി ചെയ്യുന്നവരുണ്ട്. അപ്പൊ പിന്നെ അതിനകത്ത് അർത്ഥമില്ല. കറക്റ്റ് സാർ, കറക്റ്റ്. സോ എന്റെ ഈ അണ്ടർസ്റ്റാൻഡിങ്, ഖുറാനിൽ നിന്ന് നമുക്ക് വന്ന അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്റെ പേഴ്സണാലിറ്റി തന്നെ മാറ്റി എടുക്കാൻ വേണ്ടി വളരെ ഇതായിട്ടുണ്ട്. എന്റെ ടോട്ടൽ പേഴ്സണാലിറ്റി എന്നെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്തിട്ട് മാറ്റിയെടുത്തതാണ് ഹോളി സ്പിരിറ്റ്, ഖുറാനിക് ഹോളി സ്പിരിറ്റ് ജിബ്രീൽ. അപ്പൊ അതേപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ധാരണയുള്ളൂ. ഞങ്ങള് ക്രിസ്ത്യൻസിന്റെ ഇടയിൽ ഈ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അത് ഒത്തിരി പേർക്ക് അറിയത്തില്ല കേട്ടോ. ഒരുപാട് ക്രിസ്ത്യാനികൾ ഇത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യത്തിൽ അങ്ങനെയല്ല. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. 3 ഹോളി സ്പിരിറ്റ് ആണ് ഹോളി ട്രിനിറ്റി എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. ഈ 3 ഹോളി സ്പിരിറ്റിനെ റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ പിതാവെന്നും മറ്റേ പുത്രനെന്നും, അത് ആ റിലേഷൻഷിപ്പാണ് പറയുന്നു എന്നേ ഉള്ളൂ. ആക്ച്വലി 3 ഹോളി സ്പിരിറ്റ് ആണ്. അത്രേ ഉള്ളൂ കേട്ടോ. അതാണ് ഞങ്ങളുടെ യഥാർത്ഥ വിശ്വാസം. ഓക്കെ സാർ. അപ്പോ ഇവിടെ